ഹലോ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ നമ്മുടെ ആയുർവേദിക് സ്കിൻ കെയർ ചലഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തതിന് പ്രകാരം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണെന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരു 20+ തുടങ്ങിയിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി നമുക്കിത് എല്ലാവർക്കും ചെയ്യാം. പിന്നെ 1 മന്ത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താലാണ് നിങ്ങൾക്ക് നല്ലൊരു വിസിബിൾ ആയിട്ടുള്ള മാറ്റം കാണാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് നമ്മൾ ബോഡി കെയർ ആണ് ചെയ്യണത്. അതായത് എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചലഞ്ചിൽ പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ ആയുർവേദിക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഭയങ്കര മരുന്നാണ് അല്ലെങ്കിൽ ഭയങ്കര സംഭവമാണെന്നൊന്നുമില്ല. നമുക്ക് സേഫ് ആയിട്ടുള്ള, നമുക്ക് എല്ലാവർക്കും അറിയാവും, നമ്മുടെ ചുറ്റും കാണുന്ന ഹെർബ്സുകളിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് നന്നായി തോന്നി എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ട്. അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, തുടങ്ങാം. അപ്പോൾ എല്ലാവരും ഉണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഫുൾ ബോഡി ബ്രൈറ്റൻ ചെയ്യുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബാത്ത് പൗഡറാണ് നമ്മൾ കാണുന്നത്. അതായത് ആയുർവേദിക് ബ്രൈറ്റനിങ് പൗഡറാണ് നമ്മൾ ഇന്ന് കാണുന്നത് കേട്ടോ. നമ്മൾ 2-3 ചേരുവകളാണ് നമുക്കുള്ളൂ. അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു വിസിബിൾ ആയിട്ടുള്ള മാറ്റം നമുക്ക് കാണാൻ പറ്റും. ഇത് ഞാൻ ഓൾറെഡി മുൻപും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ മിക്കവർക്കും ഡൗട്ടാണ് ചെയ്യണോ വേണ്ടതൊക്കെ. അപ്പൊ ഇതിൽ ഈ ഒരു ചലഞ്ചിൽ നിങ്ങൾ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുക. അതുപോലെ ഇത് ഹോസ്റ്റലേഴ്സിനും അതുപോലെ തന്നെ വീട്ടിലുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഫുൾ ബോഡി നമുക്ക് നന്നായിട്ട് ഒരു 2-3 ഷെയ്ഡ് ഇമ്പ്രൂവ് ചെയ്യുന്നുള്ളതിൽ യാതൊരു സംശയമില്ല കേട്ടോ. അപ്പൊ എന്തായാലും നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അതേപോലെ തന്നെ ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, അതുപോലെ തന്നെ ഇതിന്റെ ഒരു യൂസേജും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഈ ഒരു ബാത്ത് പൗഡർ റെഡിയാക്കാനായിട്ട് നമുക്ക് 2 ഇൻഗ്രീഡിയൻ്റ് ആണ് മെയിനായിട്ട് വേണ്ടത്. ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് അമുക്കുരം പൊടിയാണ്, അശ്വഗന്ധ എന്ന് പറയും. ഇത് നമുക്ക് നമ്മുടെ സ്കിന്നിനെ ചെറുപ്പമാക്കാനും ഇത് നമ്മൾ ഇൻടേക്ക് ഒക്കെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കുന്നതിന് അനുസരിച്ചിട്ട് നമുക്ക് എന്താ പറയുക, നമുക്ക് യൗവനം നിലനിർത്താനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ അമുക്കുരം. ഇത് ഞാനിവിടെ 100 ഗ്രാം എടുത്തിരിക്കുന്നത്. അത് നമുക്കിങ്ങനെ മേടിക്കാൻ കിട്ടും പൗഡറായിട്ട്. നമുക്ക് മെയിനായിട്ട് അങ്ങാടി ഷോപ്പിൽ നിന്നൊക്കെയാണ് കിട്ടുക. പിന്നെ ഓൺലൈനിലും കിട്ടും തോന്നുന്നു. അത് നിങ്ങൾ നോക്കുക കേട്ടോ. ഇത് നല്ല ഫൈനായിട്ടുള്ള പൗഡറാണ്. ഇതാണ് ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ്. അടിപൊളി സാധനം കേട്ടോ. ഇത് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് എന്താ പറയുക, ചുളിവൊക്കെ മാറി നമുക്ക് കുറച്ചൊരു 10 വയസ്സൊക്കെ കുറഞ്ഞ മാതിരി നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെയാണ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ. പിന്നത്തെ ഇൻഗ്രീഡിയൻറ്റ് ഇരട്ടി മധുരം പൊടിയാണ്. ഇത് നമുക്കറിയാലോ എത്രത്തോളം നമ്മുടെ സ്കിന്നിന് ലൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഒട്ടുമിക്ക ക്രീമുകളിലും ഫേസ് വാഷിലും ഒക്കെ ലിക്വറൈസ് ഉണ്ട്. നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ അതുപോലെ പിഗ്മെന്റേഷൻ മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മളെല്ലാം 100 ഗ്രാം എടുത്തിരിക്കണേ. അവസാനം ഇട്ട് കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ 2 ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ പാലിൽ കുറുക്കിയിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷെ നമുക്ക് എല്ലാവർക്കും അത് പോസിബിൾ അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് അതിന് പകരം മിൽക്ക് പൗഡർ ആഡ് ചെയ്യാം. ഈ 3 ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ബോഡി പൗഡറിന്, ബാത്ത് പൗഡർ നമുക്ക് വേണ്ടത്. ഇത് നമുക്ക് ഇതുപോലെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് ഒരു വീറ്റ് പൗഡറും മിൽക്ക് പൗഡറൊക്കെ വെച്ചിട്ട്, അതും അടിപൊളിയാണ്. പക്ഷെ ഇത് നമുക്ക് പെർമനന്റ് ആയിട്ട് റിസൾട്ട് കിട്ടും. നമ്മൾ ഇന്ന് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഉപയോഗിക്കുന്നവരും നമ്മുടെ സ്കിന്നിനെ ലൈറ്റൻ ചെയ്യാനും നമുക്ക് ചെറുപ്പാക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതും ആയുർവേദ ഹെർബ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ നമുക്ക് കിട്ടും. പിന്നെയെന്ന് പറഞ്ഞാൽ പാലിൻ്റെ പൊടി ഓപ്ഷണലാണ്. ഞാൻ പറഞ്ഞ മാതിരി 2 ഇൻഗ്രീഡിയൻ്റ് ആണ് വേണ്ടത്. ഇത് നമുക്ക് 2ഉം കൂടി പാലിൽ കുറുക്കിയിട്ട് ഡെയിലി കുറുക്കി യൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഫക്റ്റീവ് ആണ്. പക്ഷെ എല്ലാവർക്കും അത് പോസിബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ പാൽപ്പൊടി ചേർക്കണോ, എല്ലാം സെയിം അളവിൽ കേട്ടോ. ഇതാണ് നമ്മുടെ പൗഡർ. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും മിക്സ് ചെയ്യാൻ എടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് കുറച്ചധികം നാളിരിക്കും. നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നതിനനുസരിച്ചിട്ട് കേട്ടോ. നമുക്ക് നനവും തട്ടാതെ അതുപോലെ തന്നെ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലൊക്കെ വെക്കുകയാണെങ്കിൽ, ഗ്ലാസ് ജാറിലൊക്കെ വെക്കുകയാണെങ്കിൽ കുറേ നാളും കൂടി ഇരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന്, ഇപ്പം ഞാനൊരു കയ്യിലാണ് കാണിക്കുന്നത്, അത്രയധികം വേണ്ടല്ലോ, നമുക്ക് ഒരു സ്പൂണൊക്കെ മതി. ഞാനൊരു 2 സ്പൂൺ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം, ചെറിയ ചൂടുവെള്ളം ഒഴിക്കാം. അതേപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടിയും ഒരു എന്താ പറയുക, വീക്കിലി ക്ലീനപ്പ് അല്ലെങ്കിൽ ക്ലീനപ്പ് റുട്ടീൻ അല്ലെങ്കിൽ ഒരു മന്ത്ലി ക്ലീനപ്പ് റുട്ടീൻ പോലെയൊക്കെ നമുക്ക് കുറച്ച് പൊട്ടറ്റോ ജ്യൂസ് അല്ലെങ്കിൽ ടൊമാറ്റോൻ്റെ ജ്യൂസൊക്കെ ആഡ് ചെയ്യാം. എന്നും വേണമെന്നില്ല, ഒരു വീക്കിലി ഒരു ദിവസമൊക്കെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ നോർമൽ വെള്ളത്തിൽ അല്ലെങ്കിൽ പാലിലൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്കിത് തൈരിൽ ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ബോഡിയിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തെടുക്കാം. മുഖത്തല്ല, നമ്മുടെ ബോഡിയിലേക്ക്. മുഖത്ത് നമ്മളിതിൽ പാൽപ്പൊടി ചേർക്കുന്നതുകൊണ്ട് ചിലർക്ക് പിമ്പിൾസ് വരും. അപ്പൊ നമ്മുടെ പൗഡർ അതാ ഇതുപോലെ ഞാനിവിടെ ഇങ്ങനെ ഗ്ലാസ് ബോട്ടിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതുപോലെ സൂക്ഷിക്കാൻ, ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഒരു ബോട്ടിൽ, നോർമൽ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ അങ്ങനെ സൂക്ഷിച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ ഇത് എപ്പോഴും എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, പെട്ടെന്ന് കേടാവും. അതുകൊണ്ട് തന്നെ നനഞ്ഞ കൈയും സ്പൂണും കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിരിക്കുക, അതൊക്കെ നമുക്കറിയാലോ. പിന്നെ അതുപോലെ തന്നെ നമുക്കിതിൽ 2 കൂട്ടം മതി ശരിക്കും. ഞാനിതിൽ മിൽക്ക് പൗഡർ ആഡ് ചെയ്തത് പലർക്കും പാല് വീട്ടിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാത്തവരാണ്. അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇതിൽ പാല് ഞാൻ പറഞ്ഞ മാതിരി പാലിൽ ഇത് 2ഉം കുറുക്കി യൂസ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ റിസൾട്ടാണ് നമുക്ക് കിട്ടുക. പക്ഷെ നമുക്ക് എല്ലാവർക്കും അത് സാധ്യമല്ലാത്തത് കൊണ്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളം വേണമെങ്കിൽ ഈ ഒരു മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളം എടുക്കാം. ഹോട്ട് വാട്ടറിൽ മിക്സ് ചെയ്യാം. ഭയങ്കര തിളച്ച വെള്ളമല്ല, ചെറുതായിട്ട്. ഇല്ലെങ്കിൽ നോർമൽ
പച്ചവെള്ളത്തിൽ യൂസ് ചെയ്താൽ മതി. നമ്മളിത് മിൽക്ക് പൗഡർ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് അതിന്റെ ആ ഒരു ഗുണം കൂടി കിട്ടും. നല്ല ഗ്ലോയിങ് മോയ്സ്ചറൈസ് ഒക്കെ ആയിട്ടിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇത് എങ്ങനെയാണെന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് നമ്മൾ മിക്സ് ചെയ്തത്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. പിന്നെ ഇത് 1 month കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. നമ്മുടെ കല്യാണത്തിനൊക്കെ ഒരുങ്ങുന്നവർക്കും ജെൻസിനും ലേഡീസിനൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് നമ്മുടെ ബോഡിയെ കുറച്ച് ചെറുപ്പാക്കാൻ, സ്കിന്നിന്റെ ചുളിവൊക്കെ നന്നായിട്ട് മാറ്റി നമുക്ക് യങ് ആവാനും കൂടി ഹെൽപ്പ് ചെയ്യുന്ന 2 ഇൻഗ്രീഡിയന്റ്, പ്രത്യേകിച്ച് അമുക്കുരം നമ്മുടെ സ്കിന്നിനെ കുറച്ചും കൂടി ചെറുപ്പാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയന്റ്. അപ്പൊ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കാം. അപ്പൊ എന്തായാലും ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ ആ ഒരു മിക്സ് അപ്ലൈ ചെയ്യേണ്ടതെന്ന്. ഇത് നമ്മൾ കാണിക്കുന്ന നോർമലായിട്ട് നമുക്ക് ഒറ്റ തവണ കൊണ്ട് കാണുന്ന റിസൾട്ട് പോലെയല്ല. ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം. നമ്മൾ ഓൾറെഡി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരു 2-3 കൊല്ലം മുൻപ്. നല്ല റിസൾട്ടാണ്. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെർമനന്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിൽ ലൈറ്റൻ ആവും എന്നുള്ളത് യാതൊരു സംശയമില്ല കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ്, ഞാനിവിടെ ഒരു കയ്യിലാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഞാൻ വെറുതെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിത് കുറച്ച് നേരം ഒന്ന് വെക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളിത് വെച്ചിട്ടൊന്നുമല്ലല്ലോ എന്തായാലും ബാത്ത് പൗഡർ യൂസ് ചെയ്യുക. ജസ്റ്റ് നമ്മൾ പുരട്ടിക്കളയാം, അങ്ങനെയാണല്ലോ നമ്മൾ എണ്ണയൊക്കെ തേച്ചിട്ട്. അപ്പോൾ അതായത് ഇതുപോലെ ഞാൻ ഒരു കയ്യിലാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ജെൻസും ലേഡീസിനും ഒരു 20+ മുകളിലേക്കുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. സ്കിന്നൊക്കെ നമുക്ക് ഏജൊക്കെ കുറഞ്ഞ മാതിരി ഫീൽ ചെയ്യും. പിന്നെ നമ്മളിത് സ്കിൻ ബ്രൈറ്റനിങ്ങിനായിട്ടുള്ള ഓയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചലഞ്ചിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതും കൂടി അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പൗഡറും കൂടി യൂസ് ചെയ്യണമെങ്കിൽ നല്ല റിസൾട്ടാണ് കിട്ടുക. ട്രസ്റ്റ് മീ, നല്ല റിസൾട്ടാണ്. പക്ഷേ ഇത് ഒറ്റ പ്രാവശ്യം കൊണ്ടല്ല, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആ ഒരു സോഫ്റ്റ്നെസ്സും അതുപോലെ തന്നെ ആ ഒരു എന്താ പറയുക, ഫസ്റ്റ് യൂസിൽ ആ ഒരു ഡിഫറൻസ്. പക്ഷെ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം, എന്നാലാണ് നമുക്ക് ആ ഒരു ഇത് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അത് കണ്ടില്ലേ, നമ്മുടെ ഫുൾ ബോഡിയിലുള്ള ആ ഒരു ടാനും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മാറും. നമുക്ക് ആ ഒരു കുറച്ച് ദിവസം അടുപ്പിച്ച് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു വ്യത്യാസം കാണാൻ പറ്റും ഇത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ ആ ഒരു ഡൾനെസ് ഒക്കെ പോയി, ആ പിഗ്മെന്റേഷൻ ഒക്കെ കുറഞ്ഞ് കുറച്ചൊരു യങ് ആയ മാതിരി നമുക്ക് ഫീൽ ചെയ്യും. ചെറിയ ചുളിവുകളൊക്കെ ഉള്ള സ്കിന്നൊക്കെ ആണെങ്കിൽ വേഗം മനസ്സിലാവും കേട്ടോ. അപ്പൊ എന്തായാലും ചെയ്ത് നോക്കാം. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ഈ ഒരു കംപ്ലീറ്റ് ചലഞ്ചിൽ എല്ലാവരും ഉണ്ടാവും വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.